കിച്ചണിൽ അൻസിബ ഒറ്റയ്ക്ക് പണിയെടുക്കാണ്. അവിടെ സഹായത്തിനായിട്ട് നന്ദന വന്ന് നിൽക്കുന്നുണ്ട്. ക്യാപ്റ്റനായിട്ടുള്ള ശ്രീതു അവിടെ വന്ന് ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും ഹെൽപ്പ് വേണോ എന്ന് ചോദിക്കുന്ന സമയത്ത് അവിടെ അൻസിബ പറയുന്നുണ്ട്, എനിക്ക് ഈ ഉരുളക്കിഴങ്ങൊക്കെ പീല് ചെയ്ത് തരണം, നുറുക്കി തരണം, അതാണ് എനിക്ക് ആവശ്യമുള്ളത്. അപ്പൊ ഞാൻ അവർ രണ്ടുപേരും വിളിക്കട്ടെ, ജാസ്മിനെയും ജിൻഡോയും എന്ന് ചോദിക്കുമ്പോൾ വിളിച്ചു നോക്കൂ, എനിക്ക് വരുമെന്ന് തോന്നുന്നില്ല ജാസ്മിൻ, ഇനി ജിൻഡപ്പൻ വരുമോന്ന് അറിയില്ല, വിളിച്ചു നോക്ക് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ശ്രീതു നേരെ ചെല്ലുന്നത് ജാസ്മിന്റെ അടുത്തേക്കാണ്. കിച്ചണിൽ ഒന്ന് നുറുക്കാനുണ്ട്, കറിക്ക് അരിയാനുണ്ട്, വന്ന് ചെയ്യാമോ എന്ന് ചോദിക്കുമ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട്, ഇല്ല ഞാൻ വരില്ല, എനിക്ക് ഒട്ടും വയ്യ എന്ന് പറഞ്ഞിട്ടും നിങ്ങൾ എല്ലാവരും കൂടി എന്നെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തു, വരില്ല എന്ന് പറയുമ്പോൾ ജാസ്മിന് വേണ്ടി സംസാരിക്കുന്നത് ഗബ്രിയാണ്. ജയിലിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് ഓൾറെഡി ഒരു ടാസ്ക് ഉണ്ടായിരിക്കും, അതുകൊണ്ട് ഇവിടത്തെയും കൂടി ചെയ്തിട്ട് ഇനി അവിടെ പോയി ചെയ്യാൻ വയ്യ എന്ന് പറഞ്ഞത് ജാസ്മിന് വേണ്ടി ഗബ്രിയാണ്. ശരി, അപ്പൊ ചെയ്യില്ലാലേ എന്ന് ചോദിച്ചുകൊണ്ട് അവിടെ നിന്ന് ശ്രീതു പോകുന്നുണ്ട്. നേരെ ജിൻഡോയുടെ അടുത്തേക്ക് ചെല്ലുന്നു. ജിൻഡോയുടെ അടുത്ത് ചോദിക്കുന്നു, കിച്ചണിൽ കുറച്ച് അരിയാനുണ്ട്, വരുമോ എന്ന് ചോദിക്കുമ്പോൾ ജിൻഡോയും പറയുന്നു, ഞാൻ വരില്ല, ഞാൻ ചെയ്യില്ല, ഞാൻ ചായ വെച്ചിട്ടുണ്ട്, ഇനി ഞാൻ ചെയ്യില്ല എന്ന് അവിടെ ജിൻഡോയും പറയുന്നു. അപ്പൊ ശ്രീതു പറയുന്നുണ്ട്, ഇതുവരെയുള്ള ഒരാഴ്ചകളിലും ആരും തന്നെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല, നിങ്ങൾക്ക് എന്താ ഈഗോ ആണോ, എന്താണ് നിങ്ങളുടെയൊക്കെ പ്രശ്നം എന്ന് ശ്രീതു ചോദിക്കുന്നുണ്ട്. അതിനുശേഷം കിച്ചണിലേക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നോറയെ കൊണ്ടുവന്നിടുന്നുണ്ട്. എന്തായാലും ജയിലിൽ പോയി വന്നതിന് ശേഷവും ഇവർ രണ്ടുപേരും കിച്ചണിൽ കയറിയില്ല എന്നുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യണം എന്നാണ് പവർ ടീമിന്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് ജാസ്മിൻ കയറിയില്ല എന്നുണ്ടെങ്കിൽ. ജിൻഡോയുടെ കാര്യം അവരവിടെ മാറ്റിവെക്കുന്നുണ്ട്. അവിടെ ജാസ്മിനെയാണ് ഇവർ പ്രധാനമായിട്ട് പറയുന്നത്. ജാസ്മിൻ കയറിയില്ല എന്നുണ്ടെങ്കിൽ അത് ഗബ്രി ചോദ്യം ചെയ്തിരിക്കണം, പവർ ടീമിലുള്ള ഗബ്രി ചോദ്യം ചെയ്തിരിക്കണം എന്നാണ് അൻസിബ് അവിടെ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും കൊള്ളാം, ഇതുവരെ ഒരാഴ്ചകളിലും ഇല്ലാത്ത അതുപോലെയുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ കിച്ചൺ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട് ആ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അൻസിബ മാത്രം കിച്ചണിൽ പണിയെടുക്കുന്നു. അവിടെ ബാക്കി ആരും തന്നെ, രണ്ടുപേരും തന്നെ കാര്യമായിട്ടുള്ള അവരുടെ ഹെൽപ്പ് കിച്ചണിൽ കൊടുക്കുന്നില്ല. ജിൻഡോ ആണെങ്കിലും ശരി, ജാസ്മിൻ ആണെങ്കിലും ശരി. ജാസ്മിൻ പറയുന്നു, ഞാൻ അവിടെ പാത്രങ്ങൾ കഴുകി കൊടുത്തു, ഞാൻ കുറേ അരിയാനുള്ളത് മുഴുവൻ ഞാനാണ് അരിഞ്ഞു കൊടുത്തത് എന്ന് ജാസ്മിൻ പറയുന്നു. ജിൻഡോ പറയുന്നു, ഞാനാണ് ചോറ് വെച്ചത് എല്ലാ ദിവസവും, അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്, കറി ഒരു ദിവസം ഞാൻ കറി വെച്ചു, പാത്രങ്ങളും ഞാൻ 3 ദിവസം കഴുകിയിട്ടുണ്ട് എന്ന് ജിൻഡോയും പറയുന്നു. എന്തായാലും എല്ലാവരുടെ വാശി മൂലവും കിച്ചണിലെ പണി എന്തായാലും അൻസിബ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരോ ആണ് എടുക്കുന്നത്. വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ ഇത് നിർത്തി പൊരിക്കേണ്ടതും അവരെ കൊണ്ട് മാത്രം നെക്സ്റ്റ് വീക്ക് കിച്ചൺ ഡ്യൂട്ടി ചെയ്യിപ്പിക്കേണ്ടതും അത്യാവശ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്കിൽ മാത്രമേ ഈ ബാക്കിയുള്ളവർക്കും അത് ഒരു പാഠമാവുകയുള്ളൂ.